നമസ്കാരം. ദ ബിഗ് ഫൈറ്റിലേക്ക് സ്വാഗതം. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ലാസ്റ്റ് ലാപ്പിലേക്ക് കടക്കുകയാണ്. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് ഫലം മുതൽ AK ശശീന്ദ്രന്റെ രാജി വരെയുള്ള വിഷയങ്ങൾ ഇവിടെ സജീവമായ തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയങ്ങളാണ്. മുസ്ലിം ലീഗിന് നിർണായക സ്വാധീനമുള്ള ഈ മണ്ഡലത്തിൽ PK കുഞ്ഞാലിക്കുട്ടി എന്ന രാഷ്ട്രീയ നേതാവിന്റെ വ്യക്തിപ്രഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ ലീഡ് നില മാത്രം ഇനി നോക്കിയാൽ മതി എന്ന ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. എന്നാൽ പുതിയ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് യുവ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് ഇവിടെ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി സജീവമായ രംഗത്തുള്ളത്. ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ചലനങ്ങളുടെ പ്രതിഫലനം ഇവിടെയും കാണാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ NDA സ്ഥാനാർത്ഥിയും സജീവമായ രംഗത്തുണ്ട്. മുസ്ലിം ലീഗ് നേതാവും മുൻ MLA ശ്രീ അബ്ദുറഹ്മാൻ അണ്ടത്താണി, CPM-ന്റെ തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റി അംഗം, വേങ്ങര മണ്ഡലത്തിൽ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരിച്ച CPM സ്ഥാനാർത്ഥി കൂടിയായ അഡ്വക്കേറ്റ് PP ബഷീർ, NDA പ്രതിനിധീകരിച്ച് BJP സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് TK അശോക് കുമാറും ഒപ്പം ചേരുന്നു. ശ്രീ അബ്ദുറഹ്മാൻ അണ്ടത്താണി, 2 മിനിറ്റ് സമയം. 12-ാം തീയതി വോട്ട് രേഖപ്പെടുത്താൻ പോകുന്ന മലപ്പുറത്തെ വോട്ടർമാർ അവിടെ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് അവരോട് ആവശ്യപ്പെടുമ്പോൾ അവരുടെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ വന്നു പോകണം? 2 മിനിറ്റ് സമയം. കഴിഞ്ഞ തവണ ഏറ്റവും കൂടിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് അഹമ്മദ് സാഹിബിനെ വിജയിപ്പിച്ചത്. അഹമ്മദ് സാഹിബ് ദേശീയ അന്തർദേശീയ രംഗത്തുണ്ടാക്കിയ പ്രശസ്തി എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ മരണക്കിടക്കയിൽ വരെ ഫാഷിസത്തിൻ്റെ പ്രവർത്തനങ്ങൾ കടന്നു ചെന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ദേശീയ രാഷ്ട്രീയ രംഗത്ത് BJPക്കെതിരായുള്ള നിലപാടുകൾ വളരെ ശക്തമായി നിൽക്കും. 5 സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അവിടെയൊക്കെ തന്നെ മണിപ്പൂരിലും ഗോവയിലുമൊക്കെ ഒറ്റക്കക്ഷി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതുപോലെ പഞ്ചാബിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് വന്നത്. ഇവിടെ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ് BJPക്ക് ബദലായി നിൽക്കാൻ കഴിയുക എന്നുള്ളൊരു മെസ്സേജ് നിൽക്കുകയാണ്. UP-യിൽ നമുക്കറിയാം മതേതര വോട്ടുകൾ ഭിന്നിക്കുകയാണ് ഉണ്ടായത്. മതേതര വോട്ടുകൾ ഭിന്നിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ BJPക്കെതിരായി വിജയിക്കാൻ കഴിയുമായിരുന്നു. ഈ 5 സംസ്ഥാനങ്ങൾ നൽകുന്ന ഒരു പാഠമുണ്ട്. അവിടെ CPM-ന് ഒരു റോളുമില്ല. ആകെ 360 വോട്ടാണ് ഈ 5 സംസ്ഥാനങ്ങളിൽ കൂടി അവർക്ക് കിട്ടിയത്. അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു റോളും ദേശീയ രാഷ്ട്രീയത്തിൽ ഇല്ല എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ മുന്നണിക്ക് നൽകുന്ന ആ വോട്ട് കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് മാത്രമല്ല, രാജ്യത്ത് കോൺഗ്രസിനും കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന കക്ഷികൾക്കും വോട്ട് നൽകിക്കൊണ്ട് രാജ്യത്ത് BJP അടക്കമുള്ള ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായുള്ള പോരാട്ടം ശക്തമാക്കണം. അതോടൊപ്പം തന്നെ കേരളം 9 മാസക്കാലമായി ഭരിക്കുന്ന CPM ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾ മുഴുവൻ, വിശേഷിച്ചും പോലീസ് നയം, ഇത്രയേറെ 1,74,000 ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു കേരളത്തിൽ. എന്ന് മാത്രമല്ല, ഇന്ന് പോലും ജിഷ്ണുവിൻ്റെ അമ്മയോട് കാണിച്ച നെറുകേട് നമുക്കറിയാം. അതുപോലെ തന്നെ തടവുപുള്ളികളെ വിട്ടയക്കാൻ തീരുമാനം. അങ്ങനെ നിരന്തരമായി എല്ലാ മേഖലയും, വിദ്യാഭ്യാസ രംഗത്ത് പരീക്ഷയടക്കം താളം തെറ്റിയ അവസ്ഥ, എല്ലാ മേഖലയിലും തകർന്നു കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരളം ഭരിക്കുന്ന ഇടതുമുന്നണി സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്തായി കൂടി തെരഞ്ഞെടുപ്പ് മാറും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതോടൊപ്പം ദേശീയ രാഷ്ട്രീയ രംഗത്ത് വളരെ പ്രശസ്തനായ, എല്ലാ നിലയിലും കേരളത്തിലെ മതേതര മുന്നേറ്റത്തിൽ നേതൃത്വം കൊടുത്ത, രാഷ്ട്രീയ രംഗത്ത് കേരളത്തിൽ 1-ാം നിരയിൽ നിൽക്കുന്ന PK കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ഒരു സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം കൂടി ഞങ്ങൾ തീർച്ചയായും. 2 മിനിറ്റ്. അഡ്വക്കേറ്റ് PP ബഷീർ, എന്തിന് ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യണം മലപ്പുറത്തെ ജനങ്ങൾ? ഇന്ത്യ ഏതാണ്ട് 5 പതിറ്റാണ്ട് കാലത്തോളം ഭരിച്ച കോൺഗ്രസിൻ്റെ ജനവിരുദ്ധ സാമ്പത്തിക നയവും മൃദു ഹിന്ദുത്വ നയവുമാണ് ഇന്ന് BJP അധികാരത്തിലെത്തിച്ചത്. ആ അധികാരത്തിലെത്തിയിട്ടുള്ള BJP രാജ്യത്തിൻ്റെ ഭരണഘടനയെ അംഗീകരിക്കാത്ത, ദേശീയ പതാകയെ അംഗീകരിക്കാത്ത, സെക്കുലർ സ്വഭാവത്തെ അംഗീകരിക്കാത്ത, ഈ രാജ്യത്തിൻ്റെ അസ്ഥിവാരം മാന്തുന്ന നയപരിപാടിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കൊരു കാര്യം അറിയാം, കോൺഗ്രസിൻ്റെ കയ്യിലുള്ളത് മൃദു ഹിന്ദുത്വ നയമാണ്. ഇവിടെ മത്സരിക്കുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ പാർട്ടിയുടെ കയ്യിലുള്ളത് വടകര ബേപ്പൂർ മോഡലാണ്. ഇവർ 2 പേരും വർഗീയ ഫാസിസത്തോട് കാലാകാലങ്ങളായി സന്ധി ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ വർഗീയ ഫാസിസത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നത് ഇന്ത്യൻ ഇടതുപക്ഷം മാത്രമാണ്. അതൊരു കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, രാഷ്ട്രീയത്തിലെ ധാർമ്മികത ചർച്ച ചെയ്യുന്നൊരു കാലഘട്ടമാണല്ലോ. അതല്ലേ ഞങ്ങളുടെ 2 മന്ത്രിമാർ രാജിവെച്ചപ്പോൾ ചർച്ച ചെയ്തത്. ഈ മലപ്പുറം മണ്ഡലത്തിലെ വേങ്ങര നിയോജക മണ്ഡലത്തിലെ കണ്ണമംഗലം പഞ്ചായത്തിലടക്കം മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ ധാർമ്മികത എന്താണെന്നുള്ളത് ചർച്ചാ വിഷയമാണ്. 9 മാസമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ള ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാണ്. ഈ 9 മാസങ്ങൾക്ക് മുമ്പാണ് എൻ്റെ മണ്ഡലമായ വേങ്ങര മണ്ഡലത്തിൽ നിന്ന് ഞങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ചുപോയ MLA ആണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്. അദ്ദേഹം ഞങ്ങൾക്ക് തന്നൊരു പ്രകടന പത്രികയുണ്ട്. ഇതിൽ പറഞ്ഞിട്ടുള്ള കുറേ വാഗ്ദാനങ്ങളുണ്ട്. ഞങ്ങൾക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുണ്ട്. ഞാൻ അബ്ദുറഹിമാൻ നഗർ പഞ്ചായത്തിൽ നിന്നാണ് വരുന്നത്. 6 മാസം കൊണ്ട് മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണുമെന്ന് പറഞ്ഞു പോയ ആളാണ്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ കത്ത്, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ രേഖ.
ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അദ്ദേഹത്തിനോട് ചോദിക്കണ്ടേ? അപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് നശിച്ചുകൊണ്ടിരിക്കുക, BJPയുടെ റിക്രൂട്ടിംഗ് ഏജൻ്റായിട്ട് മാറിയിരിക്കുക. ഇന്നത്തെ കോൺഗ്രസ്സുകാരൊക്കെ നാളത്തെ BJPക്കാരാണ്. അത് AK ആൻ്റണിയുടെ വാക്കാണ്. ഈ ഒരു അവസ്ഥയിൽ മുസ്ലിം ലീഗിനോ കോൺഗ്രസിനോ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തിയുമില്ല, BJPക്ക് ബദലാവാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട്. അഡ്വക്കേറ്റ് അശോക് കുമാർ 2 മിനിറ്റ്. ഇത് കേവലമായ ഒരു പഞ്ചായത്തിലേക്കോ അതിലുപരി നിയമസഭയിലേക്കോ നടക്കുന്ന തിരഞ്ഞെടുപ്പല്ല. ഇന്ത്യൻ പാർലമെൻറ്റിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ പറഞ്ഞ ഇരു മുന്നണികളും അവിടെ അപ്രസക്തമാണ്. ഒരു കൂട്ടർക്ക് 2 അംഗങ്ങൾ, മറ്റു കൂട്ടർക്ക് 9 അംഗങ്ങൾ. ആക്ഷേപിക്കുകയല്ല, ആളുകൾ അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം സാധ്യമാക്കിയിട്ടുള്ളത്. ആ മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കാശ്മീരിലെയും UP-യിലെയും മുസൽമാൻ ഏറ്റവും പ്രിയപ്പെട്ട പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഗോവയിലെയും മണിപ്പൂരിലെയും ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി വാരിപ്പുണരുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഇങ്ങനെ രാജ്യമെമ്പാടും ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ 2 തരത്തിലുള്ള ന്യൂനപക്ഷ ഭൂരിപക്ഷ വ്യത്യാസമുള്ളൂ. ഒരു ഭൂരിപക്ഷം ദരിദ്രനാരായണന്മാരായിട്ടുള്ള വലിയ ഭൂരിപക്ഷം, ശതകോടീശ്വരന്മാരായിട്ടുള്ള ന്യൂനപക്ഷം. അതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കാഴ്ചപ്പാട്. ഈ കാര്യത്തിൽ 3 വർഷക്കാലമായി കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന BJPയുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഭരണപരമോ നിയമനിർമ്മാണപരമോ ആയി ഇന്ത്യയിലെ ഏതെങ്കിലും ന്യൂനപക്ഷങ്ങൾക്ക്, പിന്നോക്ക വിഭാഗങ്ങൾക്ക് ദോഷം ചെയ്യുന്ന ഏതെങ്കിലും ഒരു നടപടി ചൂണ്ടിക്കാണിക്കാൻ ഈ പ്രതിപക്ഷ കക്ഷികൾക്ക് കഴിയില്ല. ഇന്ത്യയുടെ ഖജനാവിൽ നിന്ന് 1 രൂപയെങ്കിലും അഴിമതി പണമായി കവർന്നെടുക്കപ്പെട്ടു എന്ന് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല. ഏതെങ്കിലും ഒരു മന്ത്രി രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ കേരളത്തിൻ്റെ അവസ്ഥ എന്താ? 10 മാസം തികയുന്നതിന് മുൻപ് 2 പേരാണ്. എന്തിൻ്റെ പേരിലാണ്? അപ്പോൾ ഇരു മുന്നണികളും അപ്പുറത്തും ഇപ്പുറത്തും നിന്നുകൊണ്ട് വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്, BJPക്കെതിരെ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. അഡ്വക്കേറ്റ് അശോക് കുമാർ, ന്യൂനപക്ഷങ്ങൾക്ക് പീഡനങ്ങൾ ഉണ്ടായിട്ടില്ല നിങ്ങൾ പറഞ്ഞല്ലോ. എവിടെ പീഡനം ഇല്ലാത്ത? UP-യിൽ പീഡനം ഉണ്ടായിട്ടില്ലേ? ബീഹാറിൽ പീഡനം ഉണ്ടായിട്ടില്ലേ? നിങ്ങളെ എവിടെ പീഡിപ്പിക്കാൻ ന്യൂനപക്ഷങ്ങളെ? അഖിലാഖിനെ കൊന്നില്ലേ നിങ്ങൾ എന്താ ചെയ്യാത്ത? ഇവിടെ ദലിതരായ ആളുകളെ നിങ്ങൾ മർദ്ദിച്ചില്ലേ? ഇത്രയും കഷ്ടപ്പെടുത്തിയിട്ട് നിങ്ങൾ ന്യൂനപക്ഷങ്ങളെ ദ്രോഹിച്ചിട്ടില്ല എന്ന് പറയുന്നു. എന്താ ആസ്ഥാനം നിങ്ങൾക്കുള്ളത്? മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് നേരെ എന്തിനത് ഈ അഹമ്മദിന് നേരെ നിങ്ങൾ കടുങ്കൈ ചെയ്തില്ലേ? ആ ഈ അഹമ്മദിന് ഒരു മഹത്തായ മനുഷ്യനെ കിടക്കയിൽ നിങ്ങൾ വേദനിപ്പിച്ചില്ലേ? ഇത് മറുപടി പറയാൻ നിങ്ങൾക്ക് അറിയോ? പറയാം. വികാരപരമായിട്ടുള്ള പ്രതികരണങ്ങളോടൊന്നും അസഹിഷ്ണുത പുലർത്തേണ്ട കാര്യമൊന്നുമില്ല. ഈ സുഹൃത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വികാരം അദ്ദേഹം പ്രകടിപ്പിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് ഭരണകൂടത്തിൻ്റെ നിലപാടുകൾ അതാണ് അളവുകോലാക്കേണ്ടത്. ഇവിടെ സ്വതന്ത്രമായ നീതിയുക്തമായ ജുഡീഷ്യൽ സംവിധാനമുള്ളതാണ്. ഇന്ത്യയിലെ ഈ മഹാരാജ്യത്ത് UP-യിലോ കേരളത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. രാജ്യത്ത് നടന്നിട്ടുള്ള പലതരത്തിലുള്ള കലാപങ്ങൾ, ഒറ്റപ്പെട്ട കൊലപാതകങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനൊന്നും ഭരണകൂടത്തിന് എന്ത് പങ്കാണുള്ളത്? അല്ല, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നിങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്ന വാഗ്ദാനം എന്താണ്? ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നിങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്ന വാഗ്ദാനം വളരെ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടില്ല. നമുക്ക് ചർച്ച ചെയ്യാം. ഒരുപാട് ചരിത്രങ്ങൾ ചർച്ച ചെയ്തതാണ്. അത് ന്യൂനപക്ഷങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന വാഗ്ദാനം, ന്യൂനപക്ഷങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന വാഗ്ദാനം, ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലൊക്കെ ന്യൂനപക്ഷങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന വാഗ്ദാനം. മുഖ്യമന്ത്രി പറയുന്നു പശുക്കളെ കൊന്നാൽ തൂക്കിക്കൊല്ലണമെന്ന് പറയുന്നു. എന്താ നിങ്ങൾ പറയാത്തത്? പശുക്കളെ കൊന്നാൽ തൂക്കിക്കൊല്ലണമെന്നുള്ള ചർച്ച നിയമം കൊണ്ടുവരണമെന്നാണ് ആവശ്യപ്പെട്ടുള്ളത്. പശുവുമായി ബന്ധപ്പെട്ട പ്രശ്നം അത് നമുക്ക് ചർച്ച ചെയ്യാം. ഈ രാജ്യത്തെ കാർഷിക സംസ്കാരവും ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ കാലാകാലങ്ങളായിട്ടുള്ള മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗം ആളുകൾ പശുവിനെ വിശുദ്ധമായി കരുതുന്നു. പശുവിനെ കൊല്ലരുത് എന്നുള്ളത് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട്. പറയട്ടെ, അതേ സമയത്ത് തന്നെ ഗോവധം നിരോധിക്കപ്പെട്ടിട്ടുള്ളത് ശ്രീമതി ഇന്ദിരാഗാന്ധി അബ്ദുറഹ്മാൻ രണ്ടത്താണ് ചൂണ്ടിക്കാണിച്ച അവരുടെ കോൺഗ്രസിന്റെ നേതാവ്. അവരാണ് പശു ഗോവധത്തിനെതിരായി നിയമം പാസാക്കി. കാലാകാലങ്ങളിൽ ഉത്തരേന്ത്യയിൽ കോൺഗ്രസും BJPയും തമ്മിൽ ഗോവധത്തിന്റെ പേരിൽ യാതൊരു വിധമായ തർക്കവുമില്ല.
ഉത്തരേന്ത്യയിൽ മാറി മാറി വരുന്ന മാറി മാറി വരുന്ന കോൺഗ്രസ് സർക്കാരുകൾ എന്തുകൊണ്ടാണ് ഗോവധത്തിനെതിരെ നിയമം പാസ്സാക്കുന്നത്? ഇവിടെ ഹലാലായ മാംസം ലഭിക്കുന്നു, മലപ്പുറത്ത് നിങ്ങൾക്ക് ഹലാലായ മാംസം ലഭിക്കുന്നു നിങ്ങളുടെ സ്ഥാനാർത്ഥി പറഞ്ഞല്ലോ, പിന്നെന്തിനാണ് നിങ്ങൾ പശുക്കളെ കൊല്ലതെന്ന് പറയുന്നത്? യു പിയിലെ അത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള സാഹചര്യം എന്താണ്? നമുക്ക് ഒരാളോട് മാത്രം നമുക്ക് രണ്ട് അതിഥികളുണ്ട്. നമ്മൾ ആരും അതിഥികളെ അവഹേളിക്കരുത്. നമുക്ക് രണ്ട് അതിഥികളുണ്ട്. കൃത്യമായ മറുപടി. ഒരൊറ്റ മിനിറ്റ് ഞാൻ താങ്കളെ. ശ്രീ അബ്ദുറഹ്മാൻ അണ്ടത്താണി, വലിയ ആത്മവിശ്വാസമുണ്ട് UDFന് ഇത്തവണ കുഞ്ഞാപ്പയുടെ ലീഡ് നോക്കിയാൽ മതി എന്ന് പറയാവുന്ന ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ട്. ആ ആത്മവിശ്വാസം നിങ്ങൾക്ക് ഈ മണ്ഡലത്തിന്റെ ചരിത്രം നൽകിയതാണ്, എനിക്കറിയാം. പക്ഷേ 2004 TK ഹംസയ്ക്കുണ്ടായ വിജയവും 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടിതെറ്റിയ കുഞ്ഞാലിക്കുട്ടിയുടെയും ചരിത്രം നിങ്ങൾ മറക്കരുത് എന്ന് പറയുന്നവരോട് നിങ്ങൾ എന്ത് മറുപടി പറയും? അതിന് മുമ്പൊരു കാര്യം പറയട്ടെ. രാജ്യത്ത് BJPയെ വളർത്തിയത് കോൺഗ്രസ് ആണെന്ന് പറഞ്ഞല്ലോ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്ന 360 വോട്ട് മാത്രം വാങ്ങിയ UPയിൽ CPMന് 40-ലധികം സീറ്റുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല എന്ന് മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ഭാരതീയ ജനസംഘത്തിൻ്റെ 2 അംഗങ്ങൾ അടൽ ബിഹാരി വാജ്പേയിയും LK അദ്വാനിയെയും, ഒരാളെ വിദേശകാര്യമന്ത്രിയെയും ഒരാളെ വാർത്താപ്രക്ഷേപണ മന്ത്രിയുമായി മാറ്റുന്നതിന് പിന്തുണച്ചവർ ഈ രാജ്യത്തിലെ CPMകാരാ. അന്ന് ഞങ്ങളുടെ നേതാവ് CHനോട് പിന്തുണക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ബഹറിൽ മുസല്ലയിട്ട് നമസ്കരിച്ചാലും RSSന് വിശ്വസിക്കില്ല എന്നാണ് CH എന്ന് മറുപടി നൽകിയത്. ഇവിടെ ആരാണ് BJPയെ വളർത്തിയത്? BJP ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആദ്യമായി പിന്തുണച്ചത് ഇവരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഞങ്ങൾ ഇവിടെ കഴിഞ്ഞ 2004 ഒരു കാര്യം ചോദിക്കട്ടെ, അങ്ങ് പറഞ്ഞ് ഈ 2004 40,000 വോട്ടിൽ പിറകിൽ പോയെങ്കിൽ പിന്നീട് വന്ന 2011 2 ലക്ഷം വോട്ടിന് മുന്നിലോട്ടും വന്നിട്ടുണ്ടല്ലോ. ആ ചരിത്രം കിടക്കുന്നുണ്ട്. ഇവിടെ മുന്നിലേക്ക് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടിതെറ്റിയ ചരിത്രവുമുണ്ട്. അതെ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടിയേറ്റി എന്താ കാരണം? ഇപ്പൊ ഞാൻ താനൂരിൽ ഒരാൾ അടിയേറ്റിയ ആളാണ്. എന്താ താനൂരിൽ കാരണം? അവിടെ കഴിഞ്ഞ ലോക്സഭാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് താമര ചിഹ്നത്തിൽ കിട്ടിയത് 14,500 വോട്ട്. എന്നാൽ ഇത്തവണ BJPക്ക് കിട്ടിയത് അവിടെ 11,000 വോട്ട്. SDPക്ക് കഴിഞ്ഞ തവണ അവിടെ കിട്ടിയത് 4,000 വോട്ട്. ഇത്തവണ കിട്ടിയത് 1000 വോട്ട്. PDPക്ക് 3,500 വോട്ട്. ഇത്തവണ കിട്ടിയത് 500 വോട്ട്. എന്റെ പാർട്ടിക്ക് 10,000 വോട്ട് വർദ്ധിച്ചപ്പോ അതിനെ മറികടക്കാൻ ഈ പറഞ്ഞ BJPയുടെയും മറ്റ് കക്ഷികളുടെയും വോട്ട് വില കൊടുത്തു വാങ്ങിയ എന്തർത്ഥത്തിലാണ് ഈ CPM ആണ്? നിങ്ങൾ നോക്ക്, ഈ നിങ്ങളെ കൂടെ നിൽക്കുന്ന കോൺഗ്രസിന്റെ സ്വാധീന മേഖലയിൽ നിന്ന് BJP വരുന്നത്. രാജീവ് ഗാന്ധിയുടെ കാലത്ത് പറയുന്നത് കേൾക്ക്. കോൺഗ്രസ് അല്ലേ BJP? പ്രധാനമന്ത്രിയായി നെഹ്റു ഇരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് രാത്രി RSS, ആ പകല് കോൺഗ്രസും രാത്രി RSSുമായിട്ട് നടക്കുന്ന നായ്ക്കുറുക്കന്മാരെ കൂടെ എന്ത് വർത്താനായി BJP അധികാരത്തിൽ വന്നാല് നമ്മളെ അക്കൗണ്ടിക്ക് 10 ലക്ഷം 15 ലക്ഷം റുപ്യ ഇടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പൊ 2 വർഷമായി ഞാൻ അക്കൗണ്ട് എടുത്തിട്ട് ഇതുവരെ ആയിക്കോലും 1 രൂപ വന്നിട്ടില്ല. ദയവായത് പറയണം. അധികാരത്തിൽ വന്നാൽ അക്കൗണ്ടിലേക്ക് പണം ഇട്ട് കൊടുക്കാമെന്നല്ല പറഞ്ഞത്. അതായത് രാജ്യത്ത് 6 പതിറ്റാണ്ട് കാലത്ത് കോൺഗ്രസ് ഭരണത്തിൽ രാജ്യത്ത് നിന്ന് അപഹരിക്കപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ കള്ളപ്പണമായി സൂക്ഷിച്ച പണം തിരികെ കൊണ്ടുവന്നാൽ അത് ഇത്രമാത്രം വരുമെന്നും അത് ഓരോ ജനതയ്ക്കും ഇത്രയധികം വിതരണം ചെയ്യാൻ സാധിക്കുമെന്നുമുള്ളതാണ് നിലപാട്. ആ നിലപാടിൽ കള്ളപ്പണം കൊണ്ടുവരുന്നതിന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചു. കള്ളപ്പണം കൊണ്ടുവരാൻ സംബന്ധിച്ചു സാമ്പത്തികമായിട്ടുള്ള അക്രമങ്ങൾ സാമ്പത്തികമായി മുന്നോട്ട് നമ്മളെല്ലാവരും സംസാരിച്ചാൽ 1000 രൂപന്റെയും നോട്ട് നിരോധിച്ചു. എന്നിട്ട് പോലും അതിൽ പൈസ നിങ്ങൾ പറയാം, അല്ലെങ്കിൽ ഞാൻ പറയാം. ഏതെങ്കിലും ഒരാൾ PUCL എന്ന് പറയുന്ന സംഘടന
സുപ്രീം കോടതിയിൽ ഒരു പതിറ്റാണ്ടായി നടത്തി വരുന്ന നിയമ പോരാട്ടത്തിന്റെ ഭാഗമായി സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ പ്രകാരമാണ് BP ജീവൻ റെഡ്ഡി ചെയർമാനായിട്ടുള്ള അന്വേഷണ കമ്മീഷനെ നിയമിച്ചത്. അല്ലാതെ നരേന്ദ്രമോദി ഗവൺമെന്റ് അല്ല. കോടതി ഇലക്ഷൻ നടപടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ളത്. ഇതൊക്കെയാണോ മലപ്പുറത്തെ ഈ ഉപതെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാൻ പോകുന്നത്? എപ്പോഴും കോൺഗ്രസ് മുക്തമാക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കള്ളപ്പണം കോൺഗ്രസ് മുക്തമാക്കണം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നിങ്ങളുടെ ഉദ്ദേശം എന്താണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് നോട്ട് നിരോധനം അടക്കമുള്ള പരിപാടികൾ അതിന്റെ ഭാഗമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഗുണഫലങ്ങൾ ജനങ്ങൾ അനുഭവിച്ചു. ജനങ്ങൾക്കൊന്നും തന്നെ ഈ കാര്യത്തിൽ യാതൊരു വിധമായ ഒരു മിനിറ്റ് അഡ്വക്കേറ്റ് ബഷീർ, അതായത് ഈ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിധി എഴുതാൻ പോകുന്നത് സംസ്ഥാന സർക്കാരിന്റെ 9 മാസത്തെ ഭരണത്തിന്മേലുള്ള വിധിയാണോ? അങ്ങനെയാണെന്ന് CPM-ഉം അങ്ങനെയല്ല എന്ന് CPI-യും പറയുന്നുണ്ട്. ഇടത് മുന്നണിയിൽ ആശയക്കുഴപ്പമുണ്ടോ ഈ കാര്യത്തിൽ? ഒരാശയക്കുഴപ്പമില്ല. ഈ ഗവൺമെന്റിന്റെ ഭരണത്തെ ജനങ്ങൾ വിലയിരുത്തുമല്ലോ. ഞങ്ങൾക്ക് തന്റെ ഇടത്തോടു കൂടി ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു, ഞങ്ങൾക്ക് പറഞ്ഞൂടെ ഞങ്ങൾ ഈ ഭരണം ഒരു വോട്ട് കിട്ടിയാൽ അതാണ് ഏറ്റവും പ്രധാനമെന്ന്. ഒരു വോട്ടെങ്കിലും കിട്ടിയാൽ വർദ്ധിച്ചു കിട്ടിയാൽ അതിന്റെ അർത്ഥം എന്താണ്? കോടിയേരി തന്നെ മാറ്റി പറഞ്ഞു. കോടിയേരിയുടെ പ്രസ്താവന തന്നെ ഇന്നലെ മാറ്റി പറഞ്ഞു. ഒരു വോട്ടിന്റെ വർദ്ധന കിട്ടിയാൽ വിജയമായി കാണുന്നത്. ശരി, നമുക്ക് ചോദ്യങ്ങൾ കേൾക്കാം. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് CPM-ന്റെ നേതാവിനോടാണ്. ഫൈസൽ വധക്കേസിൽ അന്ന് ജാമ്യം ലഭിക്കാനുള്ള ഒരു വകുപ്പുകളും ചേർക്കാതെ അല്ലെങ്കിൽ UAPA ചുമത്താത്തത് കൊണ്ടാണോ കാസർകോട്ടിലേക്ക് RSS പ്രവർത്തകർ റിയാസ് മൗലിയെ കൊല്ലുന്നതിന് കാരണമായി തീർന്നത്? UAPA നിങ്ങൾക്ക് മനുഷ്യാവകാശ പ്രവർത്തകർക്ക് ചുമത്താമെങ്കിൽ എന്തുകൊണ്ട് ഇത്തരം കലാപങ്ങൾക്ക് കാരണമായേക്കാവുന്ന കാര്യങ്ങളിൽ എന്തുകൊണ്ട് ഇത്തരം കുറ്റചുമത്തൽ ചുമത്തുന്നില്ല, UAPA ചുമത്തുന്നില്ല? ഞങ്ങൾ UAPA-ക്ക് എതിരാണ്. ആദ്യം ടാഡ വന്നു, അത് കഴിഞ്ഞ് പോട്ടോ വന്നു. പോട്ടോ ഇല്ലാതായിട്ടൊരു ശൂന്യത വന്നു. ആ സമയത്താണ് ബോംബെ ഭീകര ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ UPA ഗവൺമെന്റ് പഴയ UAPA നിയമത്തിൽ ടാഡയിലെ വകുപ്പുകൾ തുന്നിച്ചേർക്കുന്നത്. ഞങ്ങൾ എതിർത്ത ആൾക്കാരാ. മന്ത്രിസഭ അന്ന് പറഞ്ഞത് കുറച്ച കാലത്തേക്കാണ്, താൽക്കാലിക നടപടിയാണെന്നാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഏറ്റവും കൂടുതൽ UAPA കേസ് രജിസ്റ്റർ ചെയ്തത് ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും ഭരണകാലത്താ. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ആക്ഷേപം വന്നു. ഗവൺമെന്റ് എന്താ തീരുമാനിച്ചത്? ഞങ്ങളത് പരിശോധിക്കും, പോലീസുകാരെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. UAPA അങ്ങനെ ഉപയോഗിക്കേണ്ട കേസല്ല, ശക്തമായ നിലപാട്. പിന്നെ ഫൈസൽ വധക്കേസിലെ 8 പ്രതികളെ അറസ്റ്റ് ചെയ്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെച്ച് ബാക്കിയുള്ളവരെ വലയിലായ സമയത്തല്ലേ സമരം ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. കാസർഗോഡ് പരാമർശിക്കണം. പണ്ട് RSS-കാരൻ നേരിട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കാരെയാണ് കൊന്നിരുന്നത്. ഇന്ന് നേരിട്ട് ഒരു കാരണവുമില്ലാതെ കൊടിഞ്ഞി ഫൈസലിനെ കൊന്നതിനെ മതം മാറി എന്ന് പറയാം. കാസർഗോഡ് ആ മോലിയരെ കൊന്നതിന് എന്താ ന്യായമുള്ളത്? നാട്ടിൽ കലാപം ഉണ്ടാക്കാനല്ലാതെ. നാട്ടിൽ കലാപമുണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി നേരിട്ട് മുസൽമാനെ കൊല്ലുന്ന ഒരു അവസ്ഥയിലേക്ക് RSS വന്നപ്പോൾ ഭരണകൂടം ശക്തമായ നിലപാടെടുക്കുന്നത്. 48 മണിക്കൂറിനുള്ളിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ കൂടെ അല്ലേ നിങ്ങൾ നിൽക്കേണ്ടത്? അതിനെ സപ്പോർട്ട് ചെയ്യില്ലേ? കൊടിഞ്ഞി ഫൈസൽ വധക്കേസിലെ പ്രതികളെ പിടികൂടാൻ അമാദം കാണിച്ചിട്ട് ജനപ്രതിനിധികളൊക്കെ റോട്ടിൽ ഇറങ്ങി ദേശീയപാത സ്തംഭിപ്പിച്ചതിന് ശേഷമാണ്, ഞാൻ പറയട്ടെ നിങ്ങൾ അറിയാൻ വേണ്ടിയല്ലോ, ദേശീയപാതയൊക്കെ സ്തംഭിപ്പിച്ചതിന് ശേഷമാണ് ആ പ്രതികളെ പിടികൂടുന്നത്. പ്രതികളെ പിടികൂടുമ്പോൾ തന്നെ ആ പ്രതികളും BJP-യും CPM-ഉം തമ്മിലുള്ള ബന്ധം വ്യക്തമായി എന്ന് മാത്രമല്ല, ആ ഗൂഢാലോചന നടത്തിയ ആ ഒരു സ്ഥലത്ത് ഇന്ന് വരെ RSS-ന്റെ ആസ്ഥാനം റെയ്ഡ് ചെയ്യേണ്ട സാമാന്യമായ നീതി വരെ ഇതുവരെ കാണിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ആ കേസ് ചാർജ് ചെയ്തതിലെ അപാകത കൊണ്ട് ഇവിടെ മോട്ടോർ സൈക്കിളിൽ 3 ആൾ പോയ 18 ദിവസം പ്രയാസവുമില്ലാതെ പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങി പോരുന്ന അവസ്ഥയുണ്ടായി. കാസർഗോഡ് പ്രതികളെ പിടികൂടി. ചോദിക്കട്ടെ, ഞാൻ പറയട്ടെ, കാസർഗോഡ് പ്രതികളെ പിടികൂടിയിട്ട് ആ പ്രതികൾ ചെയ്ത കുറ്റം പത്രത്തിൽ എഴുതിയിരുന്നു. എന്താണ്? ആദ്യം കഞ്ചാവ് വലിച്ചു, പിന്നെ മദ്യപിച്ചു, അബോധാവസ്ഥയിൽ പോയി കുത്തി എന്നാ എഴുതിയത്. അതിന്റെ അർത്ഥം ബോധാവസ്ഥയിലല്ല ചെയ്തത് എന്നാണ് FIR. എന്ന് മാത്രമല്ല, ആ റിയാസ് മുസ്ലിയാരുടെ
ജനാസ ഒന്ന നാട്ടിൽ കാണാൻ അനുവദിക്കാൻ പറഞ്ഞിട്ട് അതിന് വരെ അനുമതി കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഈ സംസ്ഥാന സ്കൂൾ ദിനോത്സവത്തിന്റെ പന്തലിന് മുമ്പിൽ RSSകാരുടെ ഡെഡ് ബോഡി വെച്ചു കൊടുക്കാൻ അനുവദിച്ച ഗവൺമെന്റാണ് CPM-ന്റെ ഗവൺമെന്റ്. നിങ്ങളുടെ ഈ ബന്ധം എല്ലാവർക്കും അറിയാം. കൊടിഞ്ഞ് ഫൈസൽ വധക്കേസ് 8 പ്രതികൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ, ബാക്കിയുള്ളവർ പോലീസ് വലയിൽ. ആ സമയത്ത് എന്തിനാ ഇങ്ങനെയുള്ള ഒരു സമരത്തിന് ആഹ്വാനം ചെയ്ത്? ഞങ്ങൾ അതല്ലേ ചോദിക്കുന്നത്. ഈ ഗവൺമെന്റ് എന്താ ചെയ്യാൻ ബാക്കി? ആ കുടുംബം മുഖ്യമന്ത്രിക്ക് അപേക്ഷ കൊടുത്തു. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിട്ട് കാസർഗോഡുള്ള കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള CK ശ്രീധരനെ നിയമിക്കണമെന്ന് അതടക്കം അനുവദിച്ചു കൊടുത്തു ഗവൺമെന്റ്. ഇതിനപ്പുറം എന്താ ചെയ്യുന്നത്? ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു ശരി, നിങ്ങൾ പറഞ്ഞു മറുപടി പറഞ്ഞു. ഇനി രണ്ടത്താണി ബഷീർ സാഹിബ് രണ്ടത്താണി നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് പോകണം. ചോദ്യം ഈ തെരഞ്ഞെടുപ്പ് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഏകപക്ഷീയമായിട്ട് ഒന്നും പോകാൻ ഇവിടെ നമ്മൾ സമ്മതിക്കില്ല. മതവും മാടും ഒന്നുമല്ല ചർച്ചാ വിഷയം. കൊടിഞ്ഞിയിൽ ഫൈസലായാലും കാസർഗോഡ് നടത്തിയിട്ടുള്ള കൊലപാതകമാണെങ്കിലും ഇതൊക്കെ അന്വേഷിച്ച് അതിലെ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ ഗവൺമെന്റിനാണ്. അതിലാരൊക്കെ പ്രതികളാണോ അവരെ പിടിക്കുന്നതിനോ അവരെ തുറുങ്കിലടയ്ക്കുന്നതിനോ അവർക്ക് നിയമം അനുശാസിക്കുന്ന ശിക്ഷ കൊടുക്കുന്നതിനോ യാതൊരു എതിർപ്പും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല, ഇവിടെ മുൻകാലത്തും ഉണ്ടായിട്ടുണ്ട്. മാറാട് കലാപത്തിൽ ആരോപണ വിധേയരായിട്ട് ജുഡീഷ്യൽ കമ്മീഷൻ ആരോപണ വിധേയമായിട്ടുള്ള ആരുടെ പേരിലാണ്? CPM-ന്റെ പേരിലാണ്. ഇവിടെ രാഷ്ട്രീയ കൊലപാതകം നിങ്ങളെല്ലാം ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ്. നമ്മൾ വിഷയങ്ങളിൽ നിന്ന് മാറിപ്പോകരുത്. ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ വരണം. ഒരു തരത്തിലും നമ്മുടെ സൗഹാർദ്ദങ്ങളെ തടസ്സം നിൽക്കുന്ന, അതിന് വിഘാതമുണ്ടാക്കുന്ന ഒരു പരാമർശവും ഉണ്ടാകരുത്. അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരോടും. ചോദ്യം, എന്റെ ചോദ്യം CPM-ന്റെ പ്രതിനിധിയോടാണ്. കൊടിഞ്ഞി ഫൈസലിന്റെ വിധവയായ ഭാര്യക്ക് അവര് ധനസഹായം നൽകാൻ മടിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ LDF സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ LDF പ്രതിനിധിക്ക് ഫാസിസ്റ്റ് വർഗീയ ശക്തികളോട് പൊരുതാൻ കഴിയുക? അതിനുള്ള മറുപടി പറയാം. സുഹൃത്ത്, ഇങ്ങനെ മതത്തിന്റെ പേരിൽ, മതപരമായ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ മലപ്പുറം ജില്ലയിൽ, പാലക്കാട് ജില്ലയിൽ, നമ്മുടെ മണ്ണാർക്കാട്, കുനിയിലടക്കം, കുണ്ടൂരടക്കം ഒരുപാട് ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടില്ല. എവിടെയെങ്കിലും ഒരു നഷ്ടപരിഹാരം കൊടുത്തതിന്റെ കീഴ്വഴക്കങ്ങൾ പറയും. രാഷ്ട്രീയ കൊലപാതകമല്ല ഇത്, മതപരമായ കൊലപാതകം. ഒരു കാര്യം എന്താണെന്നറിയോ? ഹിന്ദു മുസൽമാനാകുന്നത് മാത്രമല്ല, മുസ്ലിം ഹിന്ദു ആകുന്നതും ക്രിസ്ത്യാനി മുസ്ലിം ആകുന്നതും ഒക്കെ മതപരമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശമാണ്. ഇന്ത്യൻ താങ്കളോട് ഒരു ചോദ്യം, അല്ല ഒരു ചോദ്യം. KT ജലീൽ ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് RSSനെ എങ്ങനെയാണോ BJP നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത്, അതുപോലെ SDPI നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് മുസ്ലിം ലീഗ് വോട്ട് ചോദിക്കുന്നത്. അതിനുള്ള മറുപടി താങ്കൾ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഉസൈൻ രണ്ടത്താണിക്ക് വേണ്ടി അബ്ദുൽ നാസർ മൈദരിയെ 3 മണിക്കൂർ കാത്തിരുന്നത് പിണറായി വിജയനാണല്ലോ. മുസ്ലിം ലീഗ് നേതാക്കളല്ല. ഇവിടെ അനുഭവം ഉണ്ടല്ലോ. കഴിഞ്ഞ തവണ താനൂരിൽ SDPയുടെ വോട്ട് വാങ്ങിയതിന് തെളിവുകളുണ്ടല്ലോ, നല്ല കൃത്യമായ തെളിവുണ്ടല്ലോ. ഞങ്ങൾ ഒരു കാര്യം പറയുന്നു, ഞാൻ ആദ്യം തുടക്കത്തിൽ ഈ അജണ്ട അനുസരിച്ച് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ വെച്ചിട്ടില്ലാത്ത ഈ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ ചോദ്യം അബ്ദുറഹ്മാൻ രണ്ടത്താണ്. ഞാൻ ചോദിക്കട്ടെ, SDPIന്റെയും വെൽഫെയർ പാർട്ടിന്റെയും വോട്ട് വേണ്ടെന്ന് KM ഷാജി പ്രഖ്യാപിച്ചതുപോലെ പ്രഖ്യാപിക്കാൻ ധൈര്യമില്ല? ചോദിക്കട്ടെ, ഒരു വ്യക്തിയല്ല ഞാൻ പറയുന്നത്. ഞങ്ങൾ പറയുന്നത് ഈ CPM-ന് വോട്ട് വേണ്ട, വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വേണ്ട, സുഡാപ്പിന്റെ വോട്ട് വേണ്ട, RSSന്റെ വോട്ട് വേണ്ട. എനിക്ക് മറുപടി പറയണം. ഞാൻ പറഞ്ഞു ഇവിടെ ഇഹമ്മദ് സാഹിബിന്റെ അത് മരണക്കിടക്കയിൽ വരെ നടന്ന ഫാസിസം, രാജ്യത്ത് BJP അധികാരത്തിൽ ഉണ്ടാകുന്ന അപകടം, ഇടതുപക്ഷ മുന്നണിയുടെ ഇന്നീ നിമിഷം വരെയുള്ള അവരുടെ നീചമായ
ഭരണത്തിന്റെ ബാക്കിയിരിപ്പ്, ഇതിനൊക്കെ തന്നെ ഈ രാജ്യത്ത് വോട്ടുണ്ട്. അതാണ് ഞങ്ങൾ വെക്കുന്ന അജണ്ട. അതിന് വോട്ട് ചെയ്യാൻ തയ്യാറുള്ള ആരുടെ വോട്ടും ഐക്യ ജനാധിപത്യ മുന്നണി സ്വീകരിക്കും. ഒരു സംശയം ഇതൊരു നല്ല സ്പിരിറ്റിൽ വേണമെങ്കിൽ ചർച്ച കൊണ്ടുപോകാം. മുസല്ലയിട്ട് നമസ്കരിച്ചാലും RSSനെ വിശ്വസിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ CHന്റെ മകനാണ് ബാലഗോകുലത്തിന്റെ ശോഭയാത്ര ഉദ്ഘാടനം ചെയ്യാൻ പോയത്. പാണക്കാട് ദ്രോഹിക്കാനും പട്ടിണി കിടത്താനുമല്ല ഈ ബീഫ് നിരോധനം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നല്ല ബീഫ് തരാമെന്ന് പറഞ്ഞല്ലോ. ഗോവധ നിരോധനം കൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? മത്സ്യ നിരോധനം കൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? മത്സ്യം വരെ നിരോധിച്ചു എന്ന് പറഞ്ഞത്. നിങ്ങൾ ക്ഷമ കാണിച്ചാൽ പറയാം. ക്ഷമ കാണിക്കണം. മറുപടി. ഗോവധ നിരോധനം ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ദിരാ പ്രിയദർശിനിയുടെ കാലത്താണ് നടന്നിട്ടുള്ളത്. മാറി മാറി രാജസ്ഥാനിലും ഗുജറാത്തിലും മധ്യപ്രദേശിലും ഒക്കെ എത്ര കോൺഗ്രസ് സർക്കാരുകൾ മാറി വന്നു. അവരൊക്കെ ഗോവധ നിരോധനത്തിന് അനുകൂലമാണ്. അതെ, ഇന്ത്യൻ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം മലബാറിലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും പശുവിന്റെ ഇറച്ചി തിന്നണമെന്ന് യാതൊരു നിർബന്ധ ബുദ്ധിയുമില്ല. അതിൽ രാഷ്ട്രീയമുണ്ട്. പശുവിനെ കൊല്ലുന്ന കാര്യത്തിൽ BJPയുടെ എതിരാണ്. അത് കൃത്യമാണ്. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് മറച്ചു വെക്കാൻ ഒന്നുമില്ല. അതെ പറയട്ടെ അതെന്തുകൊണ്ടാണ് നിലപാട്? മാടിനെ കൊല്ലും നാൽക്കാലികളെ എല്ലാവരും ഒരേമാതിരി ഭക്ഷിക്കുന്നില്ല. പന്നിയെ ഭക്ഷിക്കാത്ത ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പശുവിനെ വിശുദ്ധമായി കരുതുന്ന ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ അവരുടെ ചിന്തയോട് അവരോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് ആ ഒരു നിലപാടെടുക്കുന്നു. ആ കാര്യത്തിൽ പശുവിനെ തന്നെ അറുത്തു തിന്നണം എന്നുള്ള പിടിവാശി ആർക്കും വേണ്ട. ക്ഷീരമുള്ള അകിടും ചുവട്ടിൽ നിന്ന് ചോര തന്നെ കുടിക്കണമെന്നത് എത്ര നിർബന്ധ ബുദ്ധി? അങ്ങനെ ഒരു നിർബന്ധത്തിന്റെ ആവശ്യമില്ല. പോത്തിനെ തിന്നുന്നുണ്ട്, മറ്റുള്ളതൊക്കെ തിന്നുന്നുണ്ട്. BJP പ്രതിനിധിയോട് ഒരു ചോദ്യം. അശോക് കുമാർ, താങ്കളോടൊരു ചോദ്യം. മലപ്പുറത്തെ വോട്ടർമാർക്ക്, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് എന്ത് വാഗ്ദാനമാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ BJP കൊടുക്കുന്നത്? തീർച്ചയായിട്ടും പറയണം. ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്, മതവും മാടുമല്ല ചർച്ചാ വിഷയം. ഈ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ട്. ആ ഗവൺമെന്റിന്റെ പോളിസികളുണ്ട്. ഈ രാജ്യത്തെ മുഴുവൻ മുസൽമാന്മാരെയും ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. ലോകത്തിൽ ഏറ്റവും സമാധാനപരമായി ജീവിക്കുന്ന മുസ്ലിം സമൂഹം ഭാരതത്തിലേതാണ്. യാതൊരു സംശയവുമില്ല. എല്ലാ മതസ്വാതന്ത്ര്യവും, എല്ലാ ജീവിക്കാനുള്ള അവകാശങ്ങളും എല്ലാം ഉണ്ട്. ഈ സ്വാതന്ത്ര്യം ഞാൻ പറയട്ടെ, ഈ സ്വാതന്ത്ര്യം അഫ്ഗാനിസ്ഥാനിലോ സുഡാനിലോ നൈജീരിയയിലോ ആഫ്രിക്കയിലോ ഇവിടെ ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല. എല്ലാവരും ഒന്നായി. ഇവിടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനയാണെന്ന്, എന്റെ വേദപുസ്തകം ഇന്ത്യൻ ഭരണഘടനയാണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. അതിൽ നിന്ന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഇവിടെ മലപ്പുറത്ത് നടക്കുന്ന പാർലമെന്റ് ഇലക്ഷനിൽ ഇവിടെ ഭൂരിപക്ഷത്തിൽപ്പെട്ടുള്ള ആളുകളൊക്കെ കൊല്ലപ്പെടുന്നു. ആ ഒരാളും കേരളത്തിലെ കൊലപാതകങ്ങൾ വോട്ട് വേണ്ടെന്ന് മുസ്ലിം ലീഗിന് പറയാൻ പറ്റുമോ എന്ന് മലപ്പുറത്ത് നടക്കുന്ന SDPയുടെയും വെൽഫെയർ പാർട്ടിയുടെയും വോട്ട് വേണോ എന്ന് വേണ്ട എന്ന് മുസ്ലിം ലീഗിന് പറയാൻ സാധിക്കുമോ എന്ന് പറയുന്ന CPMനെ സീതാറാം യെച്ചൂരിയെ രാജ്യസഭയിലേക്ക് അയക്കാൻ കോൺഗ്രസിന്റെ വോട്ട് വേണ്ടെന്ന് പറയാൻ ഇവിടെ കഴിയുമോ എന്നാണ് എന്റെ ചോദ്യം. ഈ കോൺഗ്രസ് SDPയും വെൽഫെയർ പാർട്ടിയുള്ള ഒരു പാർട്ടിയാണോ? ഞങ്ങളത് അംഗീകരിച്ചാൽ മതി. എന്റെ സുഹൃത്ത് അംഗീകരിച്ചാൽ മതി. കോൺഗ്രസ് ആണെന്ന് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. രാജ്യത്തെ ഏറ്റവും വലിയ കക്ഷി കോൺഗ്രസ് ആണെന്ന് ഞാനാണ് മറുപടി പറയേണ്ടത്. ഞാനാണ് മറുപടി പറയേണ്ടത്. ഞാൻ പറയാം. നിങ്ങൾ നോക്കൂ, എന്റെ സുഹൃത്ത് ഇത്ര നേരം പറഞ്ഞ എന്താ? പശു ഇറച്ചിന്റെ കാര്യത്തിൽ ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല. ബാബരി മസ്ജിദിന്റെ തർക്കം മദ്യം പറയുന്ന കാര്യത്തിൽ ഇവര് തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല. ശിലാന്യാസം നടത്തുന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. പള്ളി പൊളിക്കുന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ആ കേസ് മദ്യം പറയണം എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇതാണോ അബ്ദുറഹ്മാൻ രണ്ടാണി ഫാസിസത്തെ എതിർക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന
ഒരു രാജ്യസഭാ സീറ്റിന് വേണ്ടി ഈ കോലത്തിൽ നടക്കേണ്ടത് ഈ നോണ നിർത്താദ്യം. കാരണം ആദ്യമായിട്ട് പറഞ്ഞ EMS ആണ്. അതുപോലെ തന്നെ നേതാക്കൾ സംയമനം പാലിക്കണം. നേതാക്കൾ സംയമനം പാലിക്കണം. എന്റെ ചോദ്യം രസകരമായ ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് രസകരമായ ഒരു മിനിറ്റ് രസകരമായ ഒരു പരാമർശം ഉണ്ടായി നമ്മുടെ ചലച്ചിത്ര താരം മുകേഷ് MLA ഭാഗത്ത് നിന്ന്. ഇടതു മുന്നണിയും ലീഗും ഒക്കെ ഇനി ഒന്നിച്ചു പോകേണ്ടതല്ലേ? പുതിയ രാഷ്ട്രീയ സാഹചര്യമല്ലേ ഉണ്ടായിട്ടുള്ളത്? PK കുഞ്ഞാലിക്കുട്ടി നല്ല നേതാവാണ്, അവരൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഇടതുപക്ഷത്തേക്ക് പോകേണ്ടതല്ലേ എന്ന് രണ്ടുപേർക്കും പറയാം അഭിപ്രായം. BJPയോട് ഞാൻ ചോദിക്കും. മുസ്ലിം ലീഗ് ആ സാമുദായിക വർഗീയ രാഷ്ട്രീയം ഒഴിവാക്കി മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗം വന്ന് ഇടതുപക്ഷത്തിന്റെ പിന്നിൽ അണിചേരണം. അതാണ് കാലഘട്ടത്തിന്റെ ആവശ്യം. അതാണ് അങ്ങനെ ഒരു കാലഘട്ടമായോ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പേരും മുസ്ലിം ലീഗിന്റെ ചിഹ്നവും ഇലക്ഷൻ കമ്മീഷൻ ഏറ്റവും ഒടുവിൽ നന്നായി പരിശോധിച്ച് അംഗീകരിച്ചതാണ്. ഇന്ന് വരെ രാജ്യത്തെ മതേതരത്വത്തിനെതിരായി ഞങ്ങൾ നിന്നിട്ടില്ല. മുസ്ലിം ലീഗുമായി മുന്നണി ഉണ്ടാക്കാത്ത ഒരു മതേതര കക്ഷിയും ഇന്ത്യ രാജ്യത്തില്ല. ഇന്ത്യയിൽ ഏറ്റവും മികച്ച മതേതര കക്ഷിയോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഞങ്ങളുടെ പോരാട്ടം ഞങ്ങൾ തുടരുകയും ചെയ്യും. മുകേഷിന്റെ ഈ സ്റ്റേറ്റ്മെന്റിനെ എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും ചേട്ടാ സന്ദർശിച്ചപ്പോൾ കാണാൻ കഴിയുന്നത് ഫുള്ള് പച്ചയിലാണ്. ഫൈസലിന്റെ ഫുൾ പച്ച ബോർഡുകൾ. എന്തുകൊണ്ട് നാദാപുരത്ത് നിങ്ങൾ പച്ച ബോർഡുകളോ പച്ച ബാനറൊക്കെ മുകേഷിന്റെ സ്റ്റേറ്റ്മെന്റിന് ഇപ്പോൾ ഇന്ത്യയിലെ മുസൽമാനും ഹിന്ദുവിനും മുകേഷിന്റെ സ്റ്റേറ്റ്മെന്റിനുള്ള മുകേഷ് പറഞ്ഞത് വളരെ കൃത്യമാണ്. ഇവർ ഒന്നിച്ചു നിൽക്കേണ്ട ആളുകളാ. കാരണം എന്താണെന്നറിയോ? ഇന്ത്യയിലെ മുസൽമാനും ഹിന്ദുവിനും ഒന്നിച്ചു താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാതൃരാജ്യത്തിന്റെ മാറത്ത് കത്തിവെച്ച മുഹമ്മദ് അലി ജിന്നയുടെ പാർട്ടി അവശേഷിച്ച ലീഗാണ് ഇവിടെ നിലനിൽക്കുന്നത്. ആ ലീഗിനോടൊപ്പം CPM-നെ കൂട്ടുകൂടാം. ഇത് മാത്രമല്ല ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. VP സിംഗിന്റെ കാലത്ത് VP സിംഗിന്റെ ഗവൺമെന്റിനെ പിന്തുണച്ച് ഞങ്ങൾ ഇടതുപക്ഷം BJP ഒന്നിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. ഞങ്ങളാണ്. മുസ്ലിം ലീഗ് പേര് മാറ്റണം. ശ്രീ അബ്ദുൾ മരണ്ടത്താണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ സമുദായത്തിലെ പാവങ്ങളെ വഞ്ചിച്ചിട്ടുള്ള ഈ രാഷ്ട്രീയം മതിയാക്കണം. മുസ്ലിം ലീഗ് അതിന്റെ പേര് മാറ്റണം. BJP പോലെ മൊത്തത്തിലുള്ളവരുടെ പേര് നല്ല മതേതര പേര് കൊടുത്തിട്ടേ PK കുഞ്ഞാലിക്കുട്ടിയുടെ പത്രികാ സമർപ്പണവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിവാദങ്ങൾ അത് കോടതിയിൽ പോയി കാണാം എന്ന നിലപാട് BJPക്കുമുണ്ട്. അവരതുമായി മുന്നോട്ട് പോവുകയാണ്. ലീഗിനെ ഭയപ്പെടുത്തുന്നുണ്ടോ? അത് ഒരൊറ്റ കാര്യം ഞാൻ പറയട്ടെ. പാഷാണത്തിന് മുകളിൽ അമൃത് എന്ന് എഴുതിയാൽ അത് അമൃതാവില്ല. നിങ്ങളുടെ പാർട്ടി ഭാരതീയം എന്ന് എഴുതിയാൽ അത് വർഗീയമല്ലാതാകില്ല. നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളെ വിഡ്ഢികളാക്കരുത്. ഞങ്ങൾ 48 മാർച്ച് 10-നുണ്ടായ പാർട്ടിയാണ്. ഞങ്ങൾക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്ന പാർട്ടിയാണ്. ഞങ്ങളുടെ പ്രസിഡന്റ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്നു ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും B പോക്കർ സാഹിബും. അത് മറക്കരുത്. നിങ്ങൾ ആ കാലഘട്ടത്തിൽ ഗാന്ധിജിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ടി നിർത്ത പാർട്ടിയാണ്. അതാരും മറക്കണ്ട. അതുകൊണ്ട് ജനതാ പാർട്ടി അല്ലെങ്കിൽ RSS-നെ സ്ഥാനാർത്ഥിയിലൂടെ ഒരു ആക്ഷേപം ഇടതുമുന്നണിയെ പറ്റി ഒരു ആക്ഷേപം PK കുഞ്ഞാലിക്കുട്ടിയെ നേരിടാൻ പ്രാപ്തനായ
സ്ഥാനാർത്ഥിയാണോ എം പി ഫൈസൽ എന്ന് ചോദിക്കുന്നവരോട് അങ്ങനെ ആണോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. പറയൂ, എം പി ഫൈസൽ രാഷ്ട്രീയ പാരമ്പര്യം നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഒരു ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനത്തിന്റെ ജില്ലാ ഭാരവാഹിയാണ്, ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്, ചെറുപ്പക്കാരനാണ്, അഭിഭാഷകനാണ്, ഉജ്ജ്വല വാഗ്മിയാണ്. എന്താ ഇതിലപ്പം വയസ്സ് കുറഞ്ഞു പോയതിനിപ്പോ എന്താ പറയാ? ഞാൻ ചോദിക്കട്ടെ, KT ജലീല് കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ച കാലത്ത് അയാൾ പ്രശസ്തനായിരുന്നു. അയാൾ ആരായിരുന്നു? ഒറ്റപ്പാലത്ത് കരിപ്പൂരിൽ നിന്ന് ഒരു കുറ്റിപ്പുറമൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇവിടെ? എന്ത് കുറ്റിപ്പുറം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇവിടെ? മലപ്പുറം ചരിത്രങ്ങൾ ആവർത്തിക്കുന്ന മണ്ണല്ലേ. കരിപ്പൂരിൽ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് നെടുമ്പാശ്ശേരിയിലേക്ക് പോയി. മലപ്പുറത്തും കോഴിക്കോടും 80% ഹജ്ജാജികൾ ആശ്രയിക്കുന്ന കരിപ്പൂരിൽ വളരെ കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ യാത്ര ചെയ്തിട്ട് നെടുമ്പാശ്ശേരിയിലേക്ക് യാത്ര ചെയ്യാൻ പോകുന്നത്. ഇത് കഷ്ടമായ എല്ലാ ഭരണകൂടവും മറുപടി പറയണം. കഴിഞ്ഞ UDF ഭരണകാലം തുടക്കം കുറിച്ചത് അവർ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് റൺവേക്ക് റീകാർപ്പറ്റിന്റെ പേരിലാണ് നീട്ടിയത്. ഇപ്പോൾ അത് ഇടതുപക്ഷം അധികാരം ഏൽക്കുന്നു. ഇടതുപക്ഷം അതിന് പരിഹാരം കാണുന്നില്ല. ഭാരതീയ ജനതാ പാർട്ടിയും അതിന് താല്പര്യം കാണിക്കുന്നില്ല. ഇപ്പോൾ മുക്താർ അബ്ബാസ് നഖ്വി ഹജ്ജ് മന്ത്രി പറയുകയുണ്ടായി, ഇത്തവണയും ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് നെടുമ്പാശ്ശേരിയിൽ നിന്ന്. എന്താണ് ഇതിന് കാരണം? ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുള്ള ധ്വംസനമല്ലേ കാണിക്കുന്നത്? എന്തൊരു കഷ്ടമാണിത്. എത്രയോ ആളുകൾ കഷ്ടപ്പെടുക, പ്രായനിറ ഹജ്ജാജിമാർ എത്ര കഷ്ടപ്പെട്ട് യാത്ര ചെയ്തു പോകുന്നത്. കരിപ്പൂരിന് എത്ര അവഗണന. ന്യൂനപക്ഷത്തോട് മാത്രമല്ല, ആ അവഗണന ന്യൂനപക്ഷത്തോട് മാത്രമല്ല. ഒരു സെക്കൻഡ് സംബന്ധിച്ചിടത്തോളം കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് എംബാർക്കേഷൻ സൗകര്യപ്രദമാക്കുന്നതിന് വേണ്ടി ഹജ്ജ് ഹൗസ് നിർമ്മിച്ച പ്രസ്ഥാനമാണ് LDF ഗവൺമെന്റ്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ അത്? ആരാണ് VS അച്യുതാനന്ദൻ? കോളേജിന്റെ ഗ്രൗണ്ടിൽ 10 സെന്റ് സ്ഥലം വാങ്ങി ബിൽഡിംഗ് ഉണ്ടാക്കി ഉദ്ഘാടനം ചെയ്തത് LDF കരിപ്പൂർ വിമാനത്താവളം തുടക്കം കുറിക്കുന്നത് ഞങ്ങളുടെ ഇപ്പോഴത്തെ MP PB അബ്ദുൽ വഹാബ് ചെയർമാനായുള്ള മഡാക്ക് എന്ന് പറയുന്ന സമിതിയാണ്. ആ എയർപോർട്ട് രൂപീകരിച്ചതിന് ശേഷം ആദ്യത്തെ വിമാനം പറക്കുമ്പോൾ അച്യുതാനന്ദൻ പറഞ്ഞത് ഇത് അധോലോകത്തിന് പറക്കാനുള്ള എയർപോർട്ടാണ് എന്നാണ്. അത് കഴിഞ്ഞ് ആ എയർപോർട്ട് വളർന്ന് അവിടുത്തെ റൺവേ മോശമായപ്പോൾ എംബാർക്കേഷൻ പോയിട്ട് അങ്ങോട്ട് മാറ്റി. ഇപ്പോൾ റൺവേയുടെ കാർപ്പറ്റ് ഷിപ്പിംഗ് കഴിഞ്ഞ് അത് പൂർത്തീകരിച്ചിട്ടും അത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയാത്തത് ഗുരുതരമായ തെറ്റാണ് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും കാണിച്ചത്. അതുകൊണ്ടാണ് ഇന്നലെ ഞങ്ങളുടെ യുവജന വിഭാഗം ഡൽഹിയിൽ പോയിട്ട് പാർലമെന്റ് മാർച്ച് നടത്തിയത്. ഹജ്ജ് ഹൗസ് ഉണ്ടാക്കിയതിനെ കുറിച്ച് ഒന്ന് പറയട്ടെ, എല്ലാ വികസന പ്രവർത്തനങ്ങളെയും മതത്തിന്റെ കണ്ണിലൂടെ കാണാതിരിക്കുക, അതാണ് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്. ഈ കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മുസ്ലിം ലീഗിന് മലപ്പുറം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ MLA-മാരുള്ള 2 MLA-മാരുള്ള പ്രദേശമാണ് കാസർഗോഡ്. ആ കാസർഗോഡ് ജില്ലയിലാണ് കേന്ദ്ര സർവകലാശാല അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ മലപ്പുറം കഴിഞ്ഞാൽ മലബാർ ഏരിയയിൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പോയി. ഇത് ജാതിയുടെയും മതത്തിന്റെയും വേർതിരിവിനനുസരിച്ചല്ല കേന്ദ്രത്തിൽ ഭരണം. കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്ര കാലമായിട്ട് അടഞ്ഞു കിടക്കുകയാണ്. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. വാജ്പേയിയുടെ കാലത്ത് മുക്താർ അബ്ബാസ് നഖ്വിയുടെ നേതൃത്വത്തിൽ ഹജ്ജ് ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്ത ചരിത്ര പശ്ചാത്തലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 98 കാലഘട്ടത്തിലുള്ളത് അറിയാം. തീർച്ചയായിട്ടും ആ എയർപോർട്ടിന്റെ കാര്യങ്ങൾ ഇവിടുന്ന് സ്ഥലമെടുത്തു കൊടുക്കുകയും സംസ്ഥാന സർക്കാർ അതിന് സൗകര്യം ചെയ്തു കൊടുത്താൽ അത് ഏറ്റെടുത്ത് നടപ്പിലാക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. എല്ലാ സൗകര്യങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. കേരളത്തിലും ഇന്ത്യയിലും അധികാരത്തിൽ വന്ന പാർട്ടിയാണ്. ആ പാർട്ടി അധികാരത്തിൽ വന്നിട്ട് മലപ്പുറത്തും കേരളത്തിലും ഇന്ത്യയിലും എന്തെല്ലാം വികസനം നടപ്പാക്കി എന്നുള്ളതൊന്ന് വിശദീകരിക്കും. അങ്ങൊരൊറ്റ കാര്യം ചെയ്താൽ മതി. സഖാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ വാക്കുകൾ ഇപ്പോൾ എൻ്റെ ഫേസ്ബുക്കിലുണ്ടായി കേട്ടാൽ മതി. പിന്നോക്കം നിരുന്ന മലപ്പുറത്തിലൊരു ജില്ലയും
ഒരു സർവകലാശാലയും സ്ഥാപിച്ചത് മുസ്ലിം ലീഗ് പാർട്ടിയും CH മുഹമ്മദ് കോയ സാഹിബുമാണെന്ന് EMS തന്നെ പറയുന്നു. അന്ന് ഒരൊറ്റ കോളേജ് പോലും ഇല്ലാത്ത മലപ്പുറം ജില്ല ഇന്ന് ഏറ്റവും കൂടുതൽ കോളേജുകളുള്ള 5 യൂണിവേഴ്സിറ്റി ഉള്ള ജില്ലയാണ്. ഇന്ന് ഏത് എൻട്രൻസ് എക്സാമിനേഷനും മറികടക്കാൻ മാത്രം നമ്മുടെ കുട്ടികൾ പ്രാപ്തരാണ്. ആദ്യമായി സാക്ഷരതയും IT സാക്ഷരത നേടിയ ജില്ല ഈ മലപ്പുറം ജില്ലയാണ്. ജനസാന്ദ്രത കൂടി ഇവിടെയാണ്. ഏറ്റവും കൂടുതൽ ചെറുകിട വ്യവസായങ്ങൾ നിലനിൽക്കുന്ന ജില്ല മലപ്പുറം ജില്ലയാണ്. ജനസാന്ദ്രത കൊണ്ടാണ് വൻകിട വ്യവസായം ഇല്ലാത്തത്. എന്നാൽ കിൻഫ്ര പോലെയുള്ള വ്യവസായ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ മില്ലുകൾ, ഇതൊക്കെ തന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങളില്ലാത്ത എല്ലാ വികസന പദ്ധതികളും നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് മലപ്പുറം ഒരേ ഒരു കാര്യമേ ഉള്ളൂ, വിദ്യാഭ്യാസം തുടങ്ങാൻ കാലം വൈകിയത് കൊണ്ട് ആളോഹരി വരുമാനത്തിൽ പിന്നിലായി പോയി എന്നല്ലാതെ വികസന രംഗത്ത് മലപ്പുറത്തിന് ഒരു പോരായ്മയും ഇന്നില്ല. ഈ നിങ്ങൾ ഈ ജില്ലാ രൂപീകരണവും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അന്ന് EMS മന്ത്രിസഭയിലെ ഒരു അംഗം എന്നുള്ള നിലക്കാണ് അഹമ്മദ് കുരിക്കൾ പ്രവർത്തിച്ചത് എന്നുള്ള കാര്യങ്ങളും ഒന്ന് അംഗീകരിക്കണ്ടേ? അല്ലാതെ എങ്ങനെയാ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് എന്താ കേരളം ഭരിച്ചിരിക്കുന്നത്? ഒരു കാര്യം പിന്നെ എന്താ നിങ്ങൾ പറഞ്ഞ വികസനം എന്താ? ഞാൻ പറയാം, ഞാൻ വേങ്ങര മണ്ഡലത്തിൽ ഹലോ ഒരൊറ്റ കാര്യം, കുഞ്ഞാലിക്കുട്ടി തന്ന വാഗ്ദാനം എന്താണെന്നറിയോ? 6 മാസം കൊണ്ട് വേങ്ങര മണ്ഡലത്തിലെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണുന്ന ഡാമിന്റെ പണി തീർന്നു. നിങ്ങളുടെ തൊട്ടടുത്ത് ചാലിയാറിൽ പണി നടക്കുന്നു. വെല്ലുവിളിക്കുന്നു ഞാൻ. തടിയാണ് കെട്ടുന്ന പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. അക്കിത്തടം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. അക്കിത്തടം അറിയട്ടെ. നാടറിയാത്തോണ്ടാണ് അവിടെ തോന്നുന്നത്. നാടറിയാത്തോണ്ടാണ്. അക്കിത്തടം ഏതാണെന്ന് പണി നടക്കുകയാണ്. അക്കിത്തടം എന്ന് പറയുന്ന ഒന്ന് ഇതിൽ കാണിച്ചു തരാൻ പറ്റുമോ? എവിടെ അടിക്കണ്ടല്ലോ? എവിടെ അക്കിത്തടം? വെറുതെ എന്തെങ്കിലും മണ്ഡലത്തെ കുറിച്ച് നിങ്ങൾ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടുള്ള ചർച്ചാ വിഷയം ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല. ഇവിടെ റേഷനരി കിട്ടാത്ത സാഹചര്യം, ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പിലാക്കിയതിനു ശേഷം 6 തവണ അത് നടപ്പിലാക്കി അതിന് ലിസ്റ്റ് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ അത് സമർപ്പിച്ചിട്ടില്ല. കുടിവെള്ളം ലഭ്യമല്ലാത്ത സാഹചര്യം മലപ്പുറം ജില്ലയിലെ ഗ്രാമീണ മേഖലയിൽ കുടിവെള്ളം ലഭ്യമല്ല. ഇവിടെ വലിയ ദീർഘകാലയളവിൽ വ്യവസായ മന്ത്രിയായിരുന്നു മേനി പറയുന്ന ലീഗിന്റെ നേതാവിന് മലപ്പുറം ജില്ലയിൽ ഏതാണ് ഒരു വ്യവസായ സ്ഥാപനം ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും? ജനങ്ങൾക്ക് തൊഴിൽ നൽകുന്ന സംരംഭങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ നീറുന്ന ജീവിത പ്രശ്നങ്ങളിലേക്ക് ചർച്ച വരണം. അതിനപ്പുറത്തേക്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലേക്കുള്ള ചർച്ച അവസാനിപ്പിക്കുകയാണ്. കുടിവെള്ള പ്രശ്നത്തിലായിരുന്നു കടലുണ്ടിപ്പുഴയിൽ ഇപ്പോൾ അത് തടയണ കെട്ടി തടയണയുടെ പ്രവൃത്തി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഒഴൂര്, തെന്നല, AR നഗർ തുടങ്ങിയ പഞ്ചായത്തുകളിലേക്ക് ജലനിധി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടിവെള്ളം എത്തിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ പദ്ധതിയാണ് കല്ലക്കയം പദ്ധതി എന്ന് പറയുന്നത്. അതിനെപ്പറ്റി മാധ്യമ ദിനപത്രം എവിടുന്ന് CPM പ്രതിനിധിയോട് ചോദ്യം. നമുക്കൊരു വനിതാ പ്രതിനിധിയോട് ചോദ്യം ചോദിക്കുമോളെ. CPM പ്രതിനിധിയോടാണ്, അഡ്വക്കേറ്റ് ബഷീറിനോടാണ് ചോദ്യം. ഞാനൊരു വിദ്യാർത്ഥിയാണ്. 10ാം ക്ലാസ്സും +2 എക്സാം നിങ്ങളെ വളരെ ക്രൂരമായി ഞങ്ങളെ പരീക്ഷ എഴുതിപ്പിച്ചു. മലപ്പുറം 10ാം ക്ലാസ് +2 എക്സാം വളരെ ക്രൂരമായി ഞങ്ങൾ പരീക്ഷ എഴുതിച്ചത്. ഞങ്ങൾ ആത്മവിശ്വാസം കളയുകയാണ് പരീക്ഷയിൽ. ഇങ്ങനത്തെ CPM അടുത്ത് ഞങ്ങൾ വോട്ട് ചെയ്യേണ്ടത്. എങ്ങനെ ആത്മവിശ്വാസം പോയി? ഞങ്ങൾ പരീക്ഷ ഫുൾ കറക്കി കുത്തിയ ക്വസ്റ്റ്യനും ഫുൾ എററായ ക്വസ്റ്റ്യൻ ഒക്കെ അങ്ങ് തരുന്നത്.
പിന്നെ അറബി മലയാളം ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പിന്നെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആണ്. അറബി എക്സാമിന് മൊത്തം പിന്നെ ഒരൊറ്റ ക്വസ്റ്റ്യൻ 29 മാർക്കിനൊക്കെയാണ് ഞങ്ങൾ പിന്നെ തെറ്റായ ആൻസർ ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഞങ്ങൾക്ക് അതിന് ആൻസർ എഴുതാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം ഗവൺമെന്റിന്റെ ഇതല്ലേ, ഉത്തരവാദിത്തമല്ലേ? സഹോദരി ഒരു കാര്യം പറഞ്ഞു, SSLC പരീക്ഷയിലെ ഒരു ചോദ്യപേപ്പർ ചോർന്ന പ്രശ്നം ഉണ്ടായി. ഞാൻ പറയാം, ഒരു പരീക്ഷയുടെ ഒരു ചോദ്യപേപ്പർ മാറുന്ന പറഞ്ഞു. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് എന്തായിരുന്നു പരീക്ഷ നടത്തിപ്പ്? ആർക്കൊക്കെയാണ് മാർക്ക് ലിസ്റ്റ് കൊടുത്തിരുന്നത്? ഒരു പരീക്ഷയുടെ കാര്യത്തിന് ആ ഉച്ചക്കഞ്ഞി വെക്കാൻ പോകുന്ന ആളുകൾക്ക് പോലും മാർക്ക് ലിസ്റ്റ് കൊടുത്ത ഗവൺമെന്റിന്റെ പ്രതിനിധികളാണ് ഇവിടെ വന്നിട്ട് ഒരു മാർക്ക് ലിസ്റ്റ് ചോദ്യപേപ്പർ ചോർന്നപ്പോ അതിന് പരിഹാരം കണ്ടു. ചോദ്യത്തിനുള്ള മറുപടി മോള് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി ബുദ്ധിമുട്ടിനെ കുറിച്ചല്ലേ? ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രശ്നമില്ല. ഇത് +2 എക്സാമിൽ ഞാനൊരു കൊമേഴ്സ് സ്റ്റുഡന്റ് ആണ്. ഫുൾ എല്ലാ പേപ്പറും ഞങ്ങളുടെ പിന്നെ ഒരൊറ്റ പേപ്പർ എന്തെങ്കിലും ഒന്ന് നല്ലോണം ചോദിച്ചിട്ടുണ്ട്. ഒരുപോലെ ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും ഞങ്ങൾക്ക് നല്ലോണം ചോദിച്ചിട്ടില്ല. ഇനി ഗവൺമെന്റ് കോളേജിൽ തരാതിരിക്കാനുള്ള അടവാ നിങ്ങൾ ഇതൊക്കെ. ക്വസ്റ്റ്യൻ പേപ്പർ ഒരു പരീക്ഷാർത്ഥിക്ക് ബുദ്ധിമുട്ടായിരുന്നോ എളുപ്പമായിരുന്നോ എന്നുള്ള കാര്യമല്ല നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ആ SSLC നടപടിയെടുത്തു. ഈ ആക്ഷേപം ഉന്നയിക്കുന്നവരുടെ കാലത്ത് എന്താ നടന്നത്? നമ്മൾ അതൊന്നും നോക്കണ്ട. എന്താ നടന്നത്? ഉച്ചക്കഞ്ഞി വെക്കാൻ പോകുന്ന ആളുകൾക്ക് പോലും ബാഗ് സൂക്ഷിക്കാൻ പറ്റാത്ത തോമസ് ഐസക്കിന്റെ പാർട്ടിയിൽ നിന്ന് പിന്നെ കണക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതിനെ കുറിച്ച് പ്രത്യേകമായി പറയേണ്ട കാര്യമൊന്നുമില്ല. ബജറ്റ് സൂക്ഷിക്കാൻ പറ്റാത്ത ഒരു കണക്ക് അല്ല. അപ്പോൾ ഇതൊക്കെയാണോ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്? ആണോ? ഇതൊക്കെയാണോ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പിന്നെ കൗമാരക്കാരായ വിദ്യാർത്ഥികൾ വോട്ട് കൊടുക്കേണ്ടത്? ശരി, ഓക്കെ. നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് CPM-നാണ്. ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണം. മോളെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഗവൺമെന്റിന്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറയുന്ന പരിപാടിയെ കുറിച്ച് കുട്ടിക്ക് വല്ലതും അറിയോ? എന്താ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് ചോദിക്കാനുള്ളത് CPM-ന്റെ പ്രതിനിധിയോടാണ്. എനിക്ക് ചോദിക്കാനുള്ളത് പൊതുവിദ്യാഭ്യാസമാണ്. ഈ അടുത്ത് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ട ജേക്കബ് തോമസിനെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ സ്ഥാനഭ്രഷ്ടനാക്കിയത്? അതോ EP ജയരാജന്റെ പേരിലേക്ക്, ചിറ്റപ്പന്റെ പേരിലേക്ക് പിന്നെ അഴിമതി ആരോപണം നേരിട്ടതിന്റെ കേസ് ആ വ്യക്തിന്റെ അടുത്തേക്ക് എത്തിയതിന്റെ പേരിലാണോ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വിജിലൻസ് ഡയറക്ടറെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയത്? അത് അഴിമതിക്കെതിരെ മാറ്റുന്നതും DGP-യെ മാറ്റുന്നതൊക്കെ അതത് സമയത്ത് ഭരണകൂടം എടുക്കുന്ന ഭരണപരമായ നിലപാട്. അതിന്റെ കാരണം എന്താണെന്നുള്ളത് മന്ത്രിസഭാ തീരുമാനത്തിലുണ്ടാവും. അത് അവിടെ മന്ത്രിസഭാ മൂന്ന് പേരോട് ഒരു കാര്യം, ഓരോ മിനിറ്റ് 3 പേർക്കും തരാം. നിങ്ങൾക്ക് നിങ്ങളുടെ ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കാം. 3 മിനിറ്റ് ഓരോരുത്തർക്ക് ഓരോ മിനിറ്റ്. ഒരു മിനിറ്റ് ഡയറക്ടറെ മാറ്റുന്ന കാര്യത്തിൽ ഈ കട്ടിൽ കണ്ട് പനിക്കണ്ട എന്ന് പറഞ്ഞ പിണറായിക്ക് കട്ടിൽ കണ്ട് പനിക്കേണ്ടി വന്നു. ജനാധിപത്യ മുന്നണിക്ക് ഈ നിൽക്കുന്ന ജനങ്ങളുടെ വോട്ട് മുഴുവൻ കിട്ടുമെന്ന് ഈ കൗമാരക്കാരി സാക്ഷിയാണ്. ഒരു സംശയം വേണ്ട. വൻ ഭൂരിപക്ഷത്തോടെ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് തെരഞ്ഞെടുക്കും. ഒരുപക്ഷേ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന് കേരളത്തിൽ നിന്ന് എന്നും കേരള മോഡലുണ്ട്, മലപ്പുറം മോഡലുണ്ട്. ആ മലപ്പുറം മോഡലായി കുഞ്ഞാലിക്കുട്ടിയുടെ വിജയം മാറും. ഒരു സംശയവും ഞങ്ങൾക്ക്. ഫാസിസത്തിനെതിരെ പോരാടാൻ, പരിമിതിയില്ലാതെ പോരാടാൻ ഉറച്ച നിലപാടുള്ള ഇടതുപക്ഷത്തിന്റെ കൂടെ അഴിമതി രാഷ്ട്രീയത്തിനെതിരെ രാഷ്ട്രീയത്തിന് സദാചാരത്തിനും ധാർമ്മികതയ്ക്കും സ്ഥാനമുണ്ടെന്ന് വിശ്വസിക്കുന്ന ജനങ്ങൾ, നാടിന്റെ വികസനം ആഗ്രഹിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും LDF-ന് വോട്ട് ചെയ്യും. യുവാവായിട്ടുള്ള എന്റെ സുഹൃത്ത് ഫൈസലിന് വോട്ട് ചെയ്യും. സമസ്ത മേഖലകളിലും പരാജയപ്പെട്ടിട്ടുള്ള ഒരു ഗവൺമെന്റാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. ഇന്നോളമുള്ള കണക്കുകൾ നമുക്കറിയാം. അതേ സമയത്ത് തന്നെ 3 വർഷക്കാലത്ത് കേന്ദ്രത്തിലുള്ള സർക്കാർ
ആ സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഇവിടുത്തെ മുഴുവൻ ജനങ്ങളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടുള്ള വികസന പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു. നിങ്ങൾക്ക് ഒരു ഒറ്റ കാര്യം ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ വൈദ്യുതി, എല്ലാ വീട്ടിലും വൈദ്യുതി എത്തിക്കാനുള്ള പദ്ധതി നടന്നുകൊണ്ടിരിക്കും. സമ്പൂർണ്ണ വൈദ്യുതീകരണം 12,000 സ്വാതന്ത്ര്യം കിട്ടി 6 പതിറ്റാണ്ട് കഴിഞ്ഞിട്ട് 12,000 ഇന്ത്യൻ ഗ്രാമങ്ങളിൽ വൈദ്യുതി ഇല്ല. എല്ലാവർക്കും വൈദ്യുതി, എല്ലാവർക്കും സമഗ്രമായിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതി, എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട്, എല്ലാവർക്കും പദ്ധതികൾ, എല്ലാ വിധത്തിലുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നു. കേന്ദ്ര സർക്കാർ വിദേശ നാണ്യം കൊണ്ടുവരുന്നു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി. ബിഗ് ഫൈറ്റിൽ ഇപ്പോൾ പ്രതിഫലിച്ചിരിക്കുന്ന ഈ വികാരത്തിൽ നിന്ന് മനസ്സിലാക്കാം എത്ര വീറും വാശിയോടുകൂടിയായിരിക്കും മലപ്പുറത്ത് ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ പോകുന്നതെന്ന്. മലപ്പുറത്തെ ജനവിധിക്കായി നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.